ഹലോ, അപ്പോൾ നമുക്കിന്ന് ആസ്ഥ അക്കാഡമിയുടെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൻ്റെ ബുക്ക് റിവ്യൂ ചെയ്യാം. അപ്പം അത് ആസ്ഥ അക്കാഡമി സുമീരൂസ് ആസ്ഥ അക്കാഡമി, നമ്മുടെ ആസ്ഥ അക്കാഡമി പബ്ലിഷ് ചെയ്യുന്ന ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൻ്റെ ബുക്കാണ്. കലാ, സാഹിത്യം, സംസ്കാരം, കായികം 10th ലെവൽ 12th ലെവൽ ഡിഗ്രി ലെവലിനൊക്കെ ഇത് യൂസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 4-5 ദിവസത്തോളമായിട്ടുണ്ട്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാനിത് 1-2 ഭാഗങ്ങളൊക്കെ നോക്കി. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിന് ആസ്ഥ അക്കാഡമി തന്നെ പബ്ലിഷ് ചെയ്യുന്ന കുറേ ബുക്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കാണാൻ നോക്കും. അവരുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബുക്കിന് 120 രൂപ, അവരുടെ ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ബുക്കിന് 115 രൂപ, കേരള ജിയോഗ്രഫിയുടെ ബുക്കിന് 95 രൂപ, കേരള ചരിത്രം 150 രൂപ, ഇന്ത്യ ചരിത്രം 130 രൂപ, ലോക ചരിത്രം 70 രൂപ. പിന്നെ ലാസ്റ്റിൽ നോക്കുമ്പം CPO 110 രൂപ, കറണ്ട് അഫയേഴ്സ് 135 രൂപ, പിന്നെ എക്കണോമിക്സ് 90 രൂപ. ഞാനിവരുടെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറും പിന്നെ കറണ്ട് അഫയേഴ്സുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 13 യൂണിറ്റ് ആയിട്ടാണ് ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എല്ലാ ഭാഗം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തിൽ തന്നെ നോക്കുമ്പോൾ കേരളം കലാ, സംസ്കാരം, കേരളം സാഹിത്യരംഗം, അടിസ്ഥാന വസ്തുക്കൾ, മലയാള സാഹിത്യം, പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം, ജ്ഞാനപീഠം പുരസ്കാരം നേടിയ മലയാളികൾ, പിന്നെ ജ്ഞാനപീഠം നേടിയ ഗദ്യ സാഹിത്യകാരന്മാർ, മലയാള പദ്യ സാഹിത്യം ഒറ്റനോട്ടത്തിൽ, മലയാള ഗദ്യ സാഹിത്യം ഒറ്റനോട്ടത്തിൽ, പിന്നെ കേരളം മാധ്യമരംഗം, മലയാള സിനിമ, പിന്നെ സ്പോർട്സ് കായിക രംഗം, അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വസ്തുതകൾ, ഇന്ത്യ കായിക രംഗം, ഇന്ത്യയും ഒളിമ്പിക്സും, കേരള കായികം, പിന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു 4 പേജ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. 5-ാമത്തെ പേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 104-ാമത്തെ പേജിൽ ഏകദേശം 100 പേജിലാണ് ഇത് കവർ ആവുന്നത്. ഇത് നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. ഇതൊരു A4 സൈസ് ഷീറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാഗിലൊക്കെ ഇട്ടിട്ടാണെങ്കിലും എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകുമ്പോൾ നമുക്ക് ക്യാരി ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ പേജസും കുറവായതുകൊണ്ട് തന്നെ നമുക്ക് മടുപ്പ് തോന്നത്തില്ല, പഠിക്കാനും വലിയ മടുപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല. ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് യൂട്യൂബിലിട്ട ക്ലാസ്, ഞാൻ പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സാറിൻ്റെ യൂട്യൂബിലെ ക്ലാസ് കണ്ടിട്ട് ആ പോർഷൻ ഏത് ഭാഗത്താണോ വരുന്നത് ആ ഭാഗം ഓപ്പൺ ചെയ്ത് വെക്കും, ബുക്കിനതിൽ തുറന്നു വെക്കും. എന്നിട്ട് സാറിൻ്റെ വീഡിയോ പ്ലേ ചെയ്യും. എന്നിട്ട് അഡീഷണൽ പോയിന്റ് സാറ് വീഡിയോസിൽ പറയുന്നത് ഞാൻ ഇതുപോലെ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കും. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന രീതി ഇത് ഞാൻ എക്സ്ട്രാ വേറൊരു കളർ മാർക്കർ കൊണ്ട് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കും. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ലാസ്റ്റിൽ നമുക്കൊരു 4 പേജോളം PYQ വരുന്നുണ്ട്. മുൻവർഷ ചോദ്യ പേപ്പറുകൾ. പിന്നെ ഇതിനകത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ അങ്ങനെയുള്ളൊരു രീതിയിലാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റഡ് ഫാക്റ്റ് കിട്ടുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് നമ്മൾ താഴെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ്. എക്സ്ട്രാ പോയിന്റ് വേണ്ട ഭാഗത്ത് മാത്രം, ഇമ്പോർട്ടൻ്റ് ഭാഗം മാത്രം സാറ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്ട്രാ 1-2 പോയിന്റ് ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു ചിഹ്നം കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നതാണ് എക്സ്ട്രാ അഡീഷണൽ പോയിന്റ്. അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ നമ്പർ ഇട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോലെ അങ്ങ് പോയേക്കുകയാണ്. എങ്കിലും ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാലികേറ മലയാണ്. അപ്പം എനിക്ക് ഈ ഒരു ബുക്ക് ഭയങ്കര ഹെൽപ്പാണ്. കാരണം സാറിൻ്റെ ആ ഒരു ക്ലാസ്സും അതിൻ്റെ കൂടെ ഈ ബുക്കും കൂടെ കാണുമ്പം ഒന്നാമത് നമ്മൾ കേട്ട് പഠിക്കുമ്പം ഉള്ളൊരു കാര്യവും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിൽ അതിൻ്റെ നോട്ട് ഇരിക്കുമ്പോഴും നമുക്ക് 2 ബെനിഫിറ്റാണുള്ളത്. കണ്ണുകൊണ്ടും കേൾവി കൊണ്ടും നമുക്ക് എക്സ്ട്രാ ഫോക്കസ് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇവരുടെ കറണ്ട് അഫയേഴ്സ് ബുക്കും വാങ്ങിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോയും ഞാൻ റിവ്യൂ ഇതുപോലെ പെട്ടെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തേക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.